എല്ലാവരുടെയും വിവാഹം പോലെ വളരെ സന്തോഷം നിറഞ്ഞൊരു വിവാഹമായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താ ഏട്ടാ പ്രത്യേകത? ഇന്ന് നമ്മുടെ 21ാമത്തെ വിവാഹ വാർഷിക ദിനമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. പുത്രന്മാരോട് ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണത്തിന്റെ അനക്കമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പ്ലാൻ ചെയ്തിട്ടതാണ് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് എടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു, ആഹാ നീ ഇന്ന് ബ്രൗൺ ആണ്, എന്നാ പിന്നെ ഞാനും ബ്രൗൺ ഇടാന്ന് പറഞ്ഞ് സാറും ബ്രൗൺ ഒക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. പുത്രന്മാര് അമ്പലത്തിലോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ്. എന്റെ കുടുംബക്ഷേത്രത്തിലാണ് പോകുന്നത്, കളങ്ങര ദേവീക്ഷേത്രം, ചാത്തന്നൂര്. അപ്പോൾ പുത്രന്മാര് ഒരുങ്ങിയിട്ടില്ല, അതേ തോർത്തൊക്കെ കൊടുത്ത് നടക്കുന്നേ ഉള്ളൂ ഓരോരുത്തര്. ഓക്കെ, അവന്മാർ ഒരുങ്ങിയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. എല്ലാരും ബ്രൗൺ. എല്ലാരും അമലു എല്ലാരും ഇന്ന് ബ്രൗൺ ആണ് കേട്ടോ. യൂട്യൂബില് ഒരു ലൈവൊക്കെ പോയി. അപ്പോഴേക്കും നമ്മള് കളങ്ങര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കളങ്ങര മേലൂട്ട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം, താഴം, ചാത്തന്നൂർ. ഇത് എൻ്റെ അമ്മച്ചിയുടെ, അതായത് എൻ്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ സ്ഥലമാണ് ചാത്തന്നൂര്. അപ്പോൾ അങ്ങനെ എൻ്റെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം, പ്രാർത്ഥിച്ചിട്ട് വരാം. എല്ലാവരും വായും. ടീച്ചറമ്മ കാറിൽ നിന്ന് ഇറങ്ങി, ചേട്ടൻ കാറ് പാർക്ക് ചെയ്യുകയാണ്. വളരെ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഇത് ഏത് ചെടിയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കമൻറ്റിൽ പറയൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രൗൺ ആണോ, ഇത് മെറൂൺ ആണെന്നാണ് ഇവർ പറയുന്നത്. മെറൂൺ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോട്ടെ കേട്ടോ. ഹായ്, അമ്പലത്തിൽ നിന്ന് 2 പൊതി കിട്ടിയിട്ടുണ്ട്. ഇത് പായസമാണെന്ന് തോന്നുന്നു. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കാം അല്ലേ? പിടിച്ച് ഇതെന്താന്ന് അറിയത്തില്ല, ഒന്ന് തുറന്നു നോക്കട്ടെ. പ്രസാദമായിരിക്കും. ഇത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇത് പ്രസാദമാണ് കേട്ടോ. ഇതേ നമുക്ക് അവൽ പ്രസാദമാണ് കേട്ടോ. രാവിലെ തന്നെ അല്ലേ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവൽ പ്രസാദം കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. നാമലും ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഫാമിലിയായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ വരിക, അമ്പലത്തിൽ വരിക, അതൊക്കെ വലിയ സന്തോഷമാണ്. ഇപ്പം വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊപ്പം ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്പലത്തിൽ നിന്ന് നമ്മൾ തൊഴുതിറങ്ങി. അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് വലിയ വീട് എന്ന് എഴുതിയിട്ടുണ്ട്. പഴയൊരു കെട്ടിടമാണ്. വളരെ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഇത്. അമ്പലത്തിലേട്ടാ ദേവിയുടെ മുഖച്ചാർത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ. നല്ല ചുമന്ന പട്ടൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത അമ്പലത്തിലേക്ക് പോവാണ്. എവിടേക്കാ പോകുന്നത് ചേട്ടാ? ഊഴായിക്കോട് അമ്പലം. അപ്പോൾ ആയിരവല്ലിക്കാവും അതുപോലെ തന്നെ പിന്നെ വേറെ ഏതായിട്ടാ നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലം? ആയിരവല്ലിക്കാവ് തന്നെ അല്ലേ. അപ്പോൾ ആയിരവല്ലിക്കാവ് സ്ഥിരം പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് നമ്മൾ കളങ്ങര നമ്മുടെ കുടുംബക്ഷേത്രത്തിലെത്തി. ഇനി ഊഴായിക്കോട് അമ്പലം ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല. അപ്പം വളരെ പഴയ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊഴായിക്കോട് അമ്പലത്തിലേക്ക് പോവാം. നമ്മൾ ഭൂതത്താ നടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ഭൂതനാഥ ക്ഷേത്രം, ചാത്തന്നൂര്. ഇനി ഒരു ദിവസം നമുക്ക് അവിടെ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാത്തന്നൂര് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കല്ലുവാതുക്കലാണ് ഊഴായിക്കോട് അമ്പലം. നമ്മൾ കല്ലുവാതുക്കലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിലേക്കൂടെ കയറി അപ്പുറം ഇറങ്ങാൻ പറ്റുമോ? റോഡൊക്കെ ഒരു പരുവായി കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊത്തം ചെളിയും കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഓ, അവിടെയൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ. അതാണ് എൻ്റെ ഇടത്ത് വണ്ടി വരുന്നുണ്ടേ, നോക്കി പോണേ. ഇതാണ് ചാത്തന്നൂർ ജംഗ്ഷൻ കേട്ടോ. ആരെങ്കിലുമൊക്കെ ചാത്തന്നൂർ നിവാസികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ.
നമുക്ക് ഉച്ചയ്ക്ക് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞോ? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് സദ്യ തന്നെയാണ് നമ്മൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാം? അമ്മ പറഞ്ഞ് നമുക്ക് സദ്യയാക്കാം, വാർഷികമല്ലേ. നമ്മുടെ വീട്ടിലെ സഹായത്തിനൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇന്നലെ ആരോ പിന്നെ വീഡിയോയിൽ കമന്റ് ചെയ്തേക്കുന്നത് കണ്ടു, ടീച്ചറിന് എന്ത് സന്തോഷമാണ് അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമല്ലേ. അതെ, അമ്മയ്ക്ക് കുറച്ച് പ്രായമായതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അറിയാമല്ലോ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും തിരക്കിലായിരിക്കും. അപ്പോൾ എനിക്കും ജോലിയുടെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. ഇതെന്തെങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. അല്ല, അമ്മയ്ക്ക് പണ്ടുണ്ടല്ലോ, ഞങ്ങള് പിന്നെ 3 മരുമക്കൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഉത്സവത്തിൻ്റെയൊക്കെ ദിവസങ്ങളിൽ അമ്മ പിന്നെ എല്ലാം വെച്ച് അവസാനം പായസം വരെ വെച്ചിട്ട് ലാസ്റ്റ് പപ്പടം കൂടെ കാച്ചാനേ കാണും ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ. അമ്മ ഇതിനുള്ള വിശേഷ ദിവസങ്ങളിൽ രാത്രി 10-11 മണിയാകുമ്പോൾ പോയി കിടന്നുറങ്ങി 2 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേൽക്ക് മുമ്പായിട്ട് എല്ലാ സാധനങ്ങളും വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. അത് ഭയങ്കര സന്തോഷമാണ്. അതെ, അത് മാത്രമല്ല പുളിശ്ശേരി, പച്ചടി ഇതൊക്കെ തലേന്ന് തന്നെ വെച്ച് വെക്കുന്നേ. അമ്മയ്ക്ക് ഏതെങ്കിലും വിശേഷ ദിവസം വന്നാൽ ഉറക്കം ഉണ്ടാവില്ല. ഇതെല്ലാം നേരത്തെ ചെയ്യും. അത് നേരത്തെ അമ്മ കുറച്ചുകൂടെ ഒക്കെ ഹെൽത്തി ആയിട്ട് ഇരുന്ന സമയത്ത്, ഇപ്പം അമ്മയ്ക്ക് കുറച്ച് പ്രായമായതിൻ്റെതായിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യാൻ പറ്റുന്നൊരു ആരോഗ്യസ്ഥിതി അല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ സഹായത്തിന് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അമ്മച്ചി എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സാമ്പാറിനാണെങ്കിൽ അത് അരിഞ്ഞു കൊടുക്കും, അവിയലിന് അരിഞ്ഞു കൊടുക്കും. അങ്ങനെ കട്ടിങ് അമ്മ ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതൊക്കെ അരിഞ്ഞു കൊടുക്കും. അമ്മയ്ക്കും കൈക്കും ഒരു എക്സസൈസ് ആവുമല്ലോ. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞു കൊടുക്കുന്ന പരിപാടിയൊക്കെ അമ്മ ചെയ്യും. ബാക്കി ആ കുട്ടി സഹായിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇന്ന് സദ്യയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നത്. റെസിപ്പി പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പൊ അവള് നന്നായിട്ട് കുക്ക് ചെയ്യും. അവളുടെ ഫുഡ് നല്ല സൂപ്പറാണ്. അങ്ങനെ നമ്മൾ എന്താ പറയാ, വളരെ സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ലൈഫ് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ റോഡിന്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ റോഡ് കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പൊന്നൂല് ശരിക്കും പറഞ്ഞാൽ ഈ നല്ല പുതുപുത്തൻ റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര നല്ല ഫീലാണ്. കാര്യം വെച്ചാൽ നമ്മുടെ പണി നടക്കുമ്പോൾ ചെറിയ സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് ആ പൊന്നൂരിൻ്റെ നമുക്ക് അതിൻ്റെ അകത്തുള്ള കംഫർട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ കുഴിയും കൊണ്ടുമൊക്കെ ആകുമ്പോൾ അത്ര നേരെ മറിച്ച് നല്ല റോഡാണെങ്കിൽ കേട്ടാ നല്ല സ്യൂ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ റൊണാൾഡോയുടെ സൗണ്ട് ഞാൻ കടമെടുത്താണ് കേട്ടോ, സ്യൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ പൊന്നൂലി ട്രാവൽ ചെയ്യുമ്പം എല്ലാവരും പറയാറുണ്ട് ഫ്ലൈറ്റിൽ പോകുന്ന സുഖമാണെന്ന്. പിന്നെ ടീച്ചറമ്മയ്ക്ക് എല്ലാവരോടും പറയാനുള്ള നിങ്ങളുടെ ഫേവറേറ്റ് കാർ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ടീച്ചറമ്മയോട് ഹാപ്പിനെസ് ഷെയർ ചെയ്യണം കേട്ടോ. ഇതാണ് കല്ലുവാതുക്കൽ ജംഗ്ഷൻ. നമ്മൾ ഇന്നെന്ന് പറയുമ്പോഴേക്ക് 21 വർഷമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. നമ്മുടെ കല്യാണം നടന്ന സ്ഥലമാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ ഓഡിറ്റോറിയം കാണിച്ചു തരാം. ഇവിടെ ചെറുതായിട്ട് സ്ലോ ചെയ്യാവോ കേട്ടോ. ഈ കാണുന്ന ഈ ഓഡിറ്റോറിയം കണ്ടോ, നടക്കൽ സർവീസ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നടക്കൽ സർവീസ് സഹകരണ ബാങ്ക്. ഈ കാണുന്ന ഓഡിറ്റോറിയമാണ് നമ്മുടെ വിവാഹം നടന്ന ഓഡിറ്റോറിയം കേട്ടോ. ഇപ്പോഴാണ് എനിക്കൊരു കഥ ഓർമ്മ വന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ കല്യാണം നടത്തിയ ബ്രോക്കർമാരില്ലേ, സാധാരണ എല്ലാവരും ബ്രോക്കർമാരുടെ അടുത്ത് എന്താ പറയാ, നിങ്ങൾ ഒറ്റൊരാളാ എന്നെ കൊണ്ടുവന്ന് ഈ കുഴിയിൽ ചാടിച്ചത് അല്ലെ, ഈ കല്യാണം നടത്തി വെച്ചത് നിങ്ങളാ. സാധാരണ ബ്രോക്കർമാരെല്ലാവരെയും പേടിച്ചാൽ നടക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ കല്ലുവാതുക്കൽ മാർക്കറ്റിനകത്ത് ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാനൊക്കെ കല്ലുവാതുക്കൽ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചേട്ടനോട് പറയും, ചേട്ടാ ആ ഇരിക്കുന്ന ആ ആൻറ്റിയാണ്, അവരവിടെ കല്ലുവാതുക്കൽ ചന്തയ്ക്കകത്തിരുന്ന് കച്ചവടം ചെയ്യുന്നതാണ്. അപ്പം അവരായിരുന്നു നമ്മുടെ ബ്രോക്കർ എന്ന് പറയും കേട്ടോ. അപ്പം ചേട്ടൻ പറയും, ആണോ, നേരെ ചേട്ടൻ ചെന്നിട്ടുണ്ടല്ലോ. അതിപ്പോഴല്ല, ടീച്ചറമ്മ ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പും പിന്നെ ചെന്നിട്ട് പിന്നെ അവരോട് ചേട്ടൻ പറയും, അമ്മയാണല്ലേ നമ്മുടെ കല്യാണം നടത്തുന്ന, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഒത്തിരി നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അന്തം വിട്ട് നോക്കുക. അവർ പറയുന്നത്, അവരടുത്തൊക്കെ ഇരിക്കുന്നവരടുത്ത് പറയുന്നത് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണെന്ന്. അതിൻ്റെ സന്തോഷം അവർ പറയാം. ഞാൻ എത്രയോ കല്യാണങ്ങൾ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവരെല്ലാവരും എന്നെ കാണുമോ, നിങ്ങളൊറ്റ എന്നെ കൊണ്ട് കുഴി ചാടിച്ചെന്ന് പറഞ്ഞാണ് സാധാരണ എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ
ആരും ഇന്ന് വരെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ആരും വന്നിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് നന്ദി പറയുന്നത് നിങ്ങളാന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. ഇത് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചു. ഇപ്പൊ കല്ലുവാതൊക്കെ മാർക്കറ്റ് എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പൊ അവര് പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു വ്യക്തി എന്നോട് നന്ദി പറയുന്നത് കല്യാണം നടത്തി കൊടുത്തതിൽ. സാധാരണ എല്ലാവരും കല്യാണം നടന്നു കഴിയുമ്പോൾ പിന്നെ അല്ലേ ലൈഫിൽ കുറേ അധികം ഇഷ്യൂസ് ഒക്കെ കൊണ്ട് അയ്യോ ഈ കല്യാണം നടത്തിയ ബ്രോക്കറിന് കിട്ടിയെങ്കിൽ എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. മുകളിലേക്കൊരു കുത്ത് തേരിയാണ് കേട്ടോ. ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഉഴയക്കോട് അമ്പലത്തിലേക്കുള്ള വഴിയാണിത്. നല്ല കുത്തനെ ഒരു തേരിയായിരുന്നു, അത് കയറി. ഓക്കെ, എന്തുകൊണ്ടാ ചേട്ടാ ബ്രോക്കറിനോട് ചേട്ടാ നന്ദി പറയുന്നേ? അല്ല ഇതിലേക്ക് എത്തി, ഓക്കെ ഇപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയി, അത് ഓക്കെ. അതിനൊക്കെ മുന്നും ചേട്ടൻ അതിന് മുന്നേയൊക്കെയാണ് 7 വർഷമായി അന്നും പറയാൻ. മുഖപരിചയം ഇല്ലായിരുന്നല്ലോ. അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ നന്ദി പറയുന്നത്? നന്ദി പറയേണ്ട കാര്യം ഉള്ളതുകൊണ്ടല്ലേ നന്ദി പറയുന്നത്. എന്തുകൊണ്ട്, എന്തൊക്കെയാണ് ചേട്ടന് തോന്നുന്നത്? നമുക്കൊരു നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടായത് അവര് നിമിത്തമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്തായാലും വേണമല്ലോ. അല്ല ഞാനന്ന് സക്സസ്ഫുള്ളോ നെഗറ്റീവ് ആയിരുന്നല്ലോ. ആണോ അല്ലയോ എന്നല്ലല്ലോ. അല്ല അന്ന് ഞാൻ നെഗറ്റീവ് ആയിരുന്നല്ലോ. അപ്പോഴും ചേട്ടന് നന്ദി പറയാൻ എന്തുകൊണ്ട് തോന്നി? കുഴപ്പമില്ല, നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചെന്തോ. അതൊക്കെ നെഗറ്റിവിറ്റിയൊക്കെ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ചിലപ്പോൾ വരും ചിലപ്പോൾ പോകും. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ചേട്ടനതൊന്നും ഒരു ഇഷ്യൂ ആയിരുന്നേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൈസ്. നിങ്ങളുടെ വിവാഹം നടത്തി തന്ന ബ്രോക്കറിനോട് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ചേട്ടൻ പറ ഇങ്ങോട്ട് അല്ല ഗ്രാറ്റിറ്റ്യൂഡ് അത്യാവശ്യമാണ്. എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അപ്പൊ പിന്നെ ആ ഒരു ബ്രോക്കർ നിമിത്തമായിരിക്കുമല്ലോ ആ ബന്ധം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മെയിൻ. ഓക്കെ, ഇതുവരെയും ബ്രോക്കറിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടില്ലാത്തവര് ചേട്ടൻ പറയുന്നത് ഇന്ന് തന്നെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോ ബ്രോക്കറിനെ കണ്ടുമുട്ടുമ്പോ നിങ്ങൾ നന്ദി പറയണം കേട്ടോ. അങ്ങനെ കാര്യം പറഞ്ഞ് നമ്മൾ അമ്പലത്തിലെത്തിട്ടോ. ഇതാണ് ഊഴായിക്കോട് ഇണ്ടിളയപ്പൻ ക്ഷേത്രം. ഇണ്ടിളയപ്പൻ എന്ന് പറയുന്നത് ശിവനാണ്. ഇവിടെ കണിക്കൊന്നയൊക്കെ പൊത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഊഴായിക്കോട്. വിഷു കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കണിക്കൊന്ന പൂത്തത്. അമലു നീ എവിടെ പോയിരുന്നാലും ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്ന എന്തിന്? അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ദേ നമ്മുടെ വീട്ടിലെത്തി. പൊന്നുകുട്ടി ദേ കിടക്കുന്നത് നമ്മളെ ചിന്നൂലാണ് പോയത്. രാഷ്ട്രം ചേട്ടന്റെ സംഗീതമുള്ള രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു എൻ്റെ രാഗവിലോലനെ കണ്ടു. രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു എൻ്റെ രാഗവിലോലനെ കണ്ടു. ഹായ്, അപ്പോ നമ്മുടെ കല്യാണ ആൽബം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണ വീഡിയോ ഷെയർ ചെയ്യണമെന്ന്. കല്യാണ വീഡിയോ 21 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണോ എന്ന് എടുത്ത് നോക്കി അതൊന്ന് സെറ്റ് ആക്കുന്നിടം വരെ ഇച്ചിരി സമയം തരണം. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ കല്യാണ ഓർമ്മകളിലേക്ക് പോകണം. 21 വർഷം മുമ്പുള്ള ആൽബമാണ്. അപ്പൊ ആൽബത്തിലുള്ള ചിത്രങ്ങൾ കാണിച്ച് ഓരോ കാര്യങ്ങളായിട്ട് ഹിസ്മ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരുടെയും വിവാഹം പോലെ വളരെ സന്തോഷം നിറഞ്ഞൊരു വിവാഹമായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് ഒരു ഹെൽത്ത് ബ്ലെസ്സിങ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിരുന്നു. എന്താണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഒരു ലാസ്റ്റ് സ്റ്റേജിലെത്തി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇപ്പം കീമോയോ കാര്യങ്ങളൊന്നും എടുത്തിട്ട് കാര്യമില്ല, അത്രയും മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അമ്മ സഹോദരങ്ങളോട് ആവശ്യപ്പെട്ടത് എനിക്ക് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം കാണണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അമ്മ വയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയാണ് ചേട്ടൻ എന്നെ പെണ്ണ് കാണാനായിട്ട് വരുന്നത്. 3 പേര് വന്ന് കണ്ടു, 3ാമത് വന്നതാണ് ചേട്ടൻ. അപ്പോൾ
പെണ്ണ് കാണാനായിട്ട് വന്നപ്പോൾ ചേട്ടൻ്റെ കൈ പിടിച്ച് അമ്മ പറഞ്ഞു, എൻ്റെ മോളെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ മോളെ നോയിക്കോണേ, പിന്നെ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ക്ഷമിച്ചു കൊടുക്കണേ, അവളെ പൊന്നുപോലെ നോയിക്കോണേ എന്ന് പറഞ്ഞു. ഇന്നും 21ാമത്തെ വർഷവും എൻ്റെ കണ്ണ് നിറയാൻ അനുവദിക്കാതെ ചേട്ടൻ എന്നെ അത്രയും കാര്യമായിട്ടാണ് നോക്കുന്നത്. അന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അത്രയും. പണ്ട് ഞാൻ നെഗറ്റീവായിരുന്നപ്പോൾ എൻ്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ പിന്നെ തേച്ച് ഭിത്തിയിൽ ഒട്ടിക്കാൻ തോന്നുന്നു, അതുപോലുള്ള സ്വഭാവമൊക്കെ ആയിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ക്ഷമിച്ചു തന്നു, പുറത്തു തന്നു. പലരും നമ്മുടെ കുറ്റങ്ങളൊക്കെ ചേട്ടനോട് പറഞ്ഞു കൊടുത്തപ്പോഴും അതൊക്കെ കാര്യമായിട്ട് എടുക്കാതെ അതെല്ലാം ഫോർഗീവ് ചെയ്തുകൊണ്ട് പിന്നെ ചേട്ടൻ വളരെ നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് ഇവിടം വരെ ഇന്ന് ഈ നിമിഷം വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആൽബത്തിലെ വിഷ്വൽസിലേക്ക് പോവാം. അതുപോലെ തന്നെ അന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേട്ടൻ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി. അങ്ങനെ അവിടുന്ന് വീട്ടുകാരൊക്കെ വരുന്നതിൻ്റെ അന്ന് പിന്നെ അന്നല്ല വീട്ടുകാർ വരുന്നതിൻ്റെ വീട്ടുകാരൊക്കെ വരാമെന്ന് അറിയിച്ചതിൻ്റെ തലേന്ന് രാത്രി അമ്മ മരണപ്പെടുകയാണ്. അപ്പോൾ പൊതുവെ എല്ലാവരും പറയില്ല കല്യാണം നമുക്ക് വേണ്ട എന്നൊക്കെ പറയും, കാരണവന്മാരൊക്കെ പറയപ്പോൾ ചേട്ടൻ പറഞ്ഞത് അങ്ങനെയല്ല, അവളുടെ അമ്മ അവസാനമായിട്ട് എന്നെയാണ് മരുമകനായിട്ട് കണ്ടത്, എനിക്ക് ഈ പെൺകുട്ടിയെ മതി, എനിക്ക് ഈ വിവാഹം തന്നെ മതി എന്ന് പറഞ്ഞ് ചേട്ടൻ അങ്ങനെ നിർബന്ധം പറയുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നിശ്ചയം ഉടനെ ഉണ്ടായിരുന്നു. അപ്പോൾ നിശ്ചയത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും സ്വന്തം കല്യാണം നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരിക്കും. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ നിശ്ചയം. സത്യം പറഞ്ഞാൽ പുതിയ കോടി പോലും ഉടുക്കാൻ ആ സമയത്ത് പറ്റില്ല. എൻ്റെ മാമിയുടെ നാത്തൂൻ തന്നൊരു സാരിയൊക്കെ കൊടുത്ത് അവരെ വരുന്നൊക്കെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനോ സന്തോഷത്തിനോ ഒന്നും അന്ന് അങ്ങനെ ഒരു നിശ്ചയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് വെച്ചാൽ തികച്ചും എന്താ പറയുക പെട്ടെന്ന് ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടായിരുന്നു അല്ലേ, 6 മാസം കഴിഞ്ഞായിരുന്നു നമ്മുടെ കല്യാണം. അപ്പോൾ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക, എക്സാം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ കല്യാണ ദിവസവും അമ്മ മരിച്ചിട്ട് അപ്പോഴും 1 വർഷം ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൽബത്തിൽ കാണുന്ന എൻ്റെ ഒരു ഹാപ്പി ഫേസ് ആയിരിക്കില്ല മക്കളെ, ആദ്യമേ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ടീച്ചറമ്മ ഇതല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയരുത്. ടീച്ചറമ്മയുടെ ലൈഫിലെ ഒരു വലിയ സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ 21 വർഷങ്ങൾക്ക് മുമ്പുള്ള ആൽബം മറിക്കുമ്പോൾ അന്നത്തെ നിങ്ങളുടെ ടീച്ചറമ്മയെ കണ്ടോ? 17/4/2004 വിവാഹം കഴിച്ചത്. ടീച്ചറമ്മ കൊള്ളായിരുന്നല്ലേ, സുന്ദരിയായിരുന്നോ എന്നുള്ളത് പറയട്ടോ. അന്നത്തെ കുഞ്ഞ് സുജക്കുട്ടിയെ നിങ്ങൾ കണ്ടോ? ഇത് സാറ്. അതുപോലെ എൻ്റെ പഴയ കോല ഇതായിരുന്നു കേട്ടോ. പിന്നെ ഓക്കെ ഓക്കെ ഇത് തലേന്നത്തെയാണ്. തലേന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരുമല്ലോ, അതാണ് ഇത്. പിന്നെ അടുത്തത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് തലേന്ന് രാത്രി ചെക്കനും അവരുടെ ഫ്രണ്ട്സും ഒക്കെ വരുമല്ലോ, അങ്ങനെ വന്ന ചടങ്ങാണിത്. ഇപ്പം കല്യാണം കഴിഞ്ഞ് എൻ്റെ മാമൻ്റെ മോൻ ഇതാണ് കേട്ടോ. അന്ന് അവൻ ഇത്രയും കുഞ്ഞായിരുന്നു. ഓക്കെ, ഇത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ചെക്കനെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരുക്കുന്ന ഫോട്ടോയാണ്. ഇത് ചേട്ടൻ്റെ അമ്മ ഉണ്ടാകുന്നു, നല്ല ചെറുപ്പമായിട്ട് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ പഴയ തറവാട് വീട് കേട്ടോ. ഈ വീട് പൊളിച്ചാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പം കാണുന്ന നമ്മുടെ വീട് വച്ചത്. ഓക്കെ, ഇത് അളിയൻ വരനെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. കല്യാണ വേഷത്തിൽ സുന്ദരിയായിരിക്കുന്ന ടീച്ചറമ്മ. ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ. പൊന്മാൻ നീല കളറാന്ന് തോന്നുന്നു. എൻ്റെ ചിരിയൊക്കെ കൃത്രിമ ചിരിയാണ് കേട്ടോ. ഇത് എൻ്റെ 3 ചേച്ചിമാർ, എൻ്റെ 3 നാത്തൂമാരാണ്. ഇനി നമുക്ക് കല്യാണം കണ്ടാലോ? കല്യാണത്തിന് മുമ്പ് നമ്മൾ റെഡിയായിരിക്കുന്ന ഫോട്ടോസാണ് കേട്ടോ. ഇത് കല്യാണത്തിന് താലി കെട്ടുന്ന ചടങ്ങ്. ഇത് ചേട്ടൻ എനിക്ക് മാല ഇടുന്ന ചടങ്ങ്. ഇത് തിരിച്ച് ഞാൻ മാല ഇടുന്നത്. ഇത് മോതിരം കൈമാറുന്നു. ഇത് പിന്നെ പുടവ കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒപ്പിടുന്നു. ഇത് എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കൈ പിടിച്ച് തരുന്ന ചടങ്ങാണ്. അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ മുഖത്തെ ആ സങ്കടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് അന്നത്തെ നമ്മുടെ രൂപം. ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സദ്യ കഴിക്കുന്നതാണ് കേട്ടോ. ഓഡിറ്റോറിയത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സീനാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, കരയുന്ന. അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. പയ്യൻ്റെ വീട്ടിലെ കുടിവെക്കൽ ചടങ്ങാണ്. അമ്മ വിളക്ക് തന്ന് അകത്തേക്ക് സ്വീകരിക്കുന്ന പാലും പഴവും കുടിക്കുന്ന സീനാണ് കേട്ടോ.
ഇത് കണ്ടോ, കല്യാണം കഴിഞ്ഞെത്തിയതാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത വീടാണ്. അപ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ അറിയാമല്ലോ. അപ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്നത് നിങ്ങളുടെ ടീച്ചറമ്മയെ കണ്ടു. അവിടെ നിന്ന് ഇത്രയും സങ്കടത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇന്ന് 24/7 ഹാപ്പിനെസ്സിൽ തുള്ളി കളിച്ച് നടക്കുന്ന നിങ്ങളുടെ ടീച്ചറമ്മ ഏതൊരു മനുഷ്യനും ലൈഫിൽ എത്ര സങ്കടത്തിന്റെ പടുകുഴിയിൽ നിന്നും കയറി വരാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ടീച്ചറമ്മ ജീവിച്ച് കാണിക്കുകയാണ് മക്കളെ, ജീവിച്ച് കാണിക്കുകയാണ്. 1 PM ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നല്ല വിശപ്പോടെ ഞാൻ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ചോറുണ്ണാനായിട്ടിരുന്നു. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വൈകുന്നേരം കേക്ക് കട്ടിംഗ് ഉണ്ട്. നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് ടീച്ചർമ്മയ്ക്കുള്ള കേക്ക് കട്ടിങ്ങിനുള്ള കേക്ക് അയച്ചു തന്നിരിക്കുന്നത്. 2000 രൂപ ഗൂഗിൾ പേ ചെയ്തു തന്നു. അതിനുശേഷം കേക്കും ഓർഡർ ചെയ്തിട്ട് പറഞ്ഞു ടീച്ചർമ്മ 2000 രൂപയ്ക്ക് മിഠായി മേടിക്കണം, കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളത് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.